കേന്ദ്ര സർക്കാർ അയക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ജീവനോടെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രിയിൽ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കാനുള്ള സാധ്യതയും ഒപ്പം ഇനിയും ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഉന്നതതല യോഗം ചേർന്ന് സംസ്ഥാന സർക്കാർ രാത്രി രക്ഷാപ്രവർത്തനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ സൈന്യം അങ്ങോട്ടേക്കുള്ള യാത്രാ മധ്യയിലാണ്. 7 മണിയോടുകൂടി സൈന്യം അവിടേക്ക് ദുരന്ത സ്ഥലത്തേക്ക് എത്തും. പിന്നീട് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അമീൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ കേരളത്തിൽ അത്ര പരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയല്ല. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും കേദാർനാഥിലും ഋഷികേശിലും നേരത്തെ രുദ്രപ്രയാഗിൽ വലിയ പ്രളയമുണ്ടായപ്പോൾ അവിടെ ആ ക്ഷേത്രം, പ്രശസ്തമായിട്ടുള്ള കേദാർനാഥ് ക്ഷേത്രം ഉൾപ്പെടെ ഒലിച്ചൊഴുകിപ്പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുകയും അവിടേക്ക് വലിയ എക്യുപ്മെൻറ്റുകൾ ഉൾപ്പെടെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. രക്ഷാപ്രവർത്തകരെ പുഴ കടത്താൻ ഉപയോഗിക്കുന്ന ആ പാലത്തിൻ്റെ നിർമ്മാണം എത്ര വേഗത്തിൽ പൂർത്തിയാക്കാനാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായിട്ടുള്ള മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 1 മിനിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗം കൂടുന്നു എന്നുള്ളതാണ്. കൂടുതൽ സൈനിക യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതീക്ഷയോടെ തന്നെ ആ മണ്ണിൽ പെട്ടുപോയ ആളുകളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വയനാടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെയാണ് ഈ വലിയ ഉരുൾപൊട്ടൽ രൂക്ഷമായ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. അതിൽ 11ാം വാർഡായിട്ടുള്ള മുണ്ടക്കൈ, ഒപ്പം തന്നെ 12ാം വാർഡായിട്ടുള്ള ചൂരൽമല എന്നീ 2 വാർഡുകളെ പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു. 10ാം വാർഡായിട്ടുള്ള അട്ടമലയും ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലേക്കാണ്. റിപ്പോർട്ടറിൻ്റെ 24 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന വാർത്താ ഇടപെടൽ സജീവമായി തന്നെ തുടരുകയാണ്. തത്സമയം പ്രേക്ഷകരിലേക്ക് So I'm now planning to send one team to that side. One team will be engaged in the rescue operation here. So let's analyze the situation. Then I will be in better position to brief you. Okay. What is your first analysis? I just reported to the incident. So far as prima facie, I found that there is 2 villages out in that side. There, the chances of some building collapse or debris might be victims under the trap. This chances is there. So, yeah, chances are there. So, yesterday, those who are able to walk or those who are little bit injured, they came and rescued. But there is chances that some people are in the shelters, in the masjid and in the resort, and some might be trapped under the debris. That we are focusing on that part. We are sending one team right now to that side. One team. When will you start the operation, sir? We are about to start the operation. You are not waiting for the defense team? No. We are in coordination with the defense, but defense has they are prima facie focusing on the belly bridges. Okay. And I have no idea about. We will discuss with the defense commander. Then we will in position. So we are sending one team to that side. That is decision taken by me right now. Before making this Bailey. Yeah. The climate is okay, sir. We are sending by the rope one teams. Okay. When, sir? Yeah, just now we are planning to send one team to that side. Okay, sir. Thank you, sir. Thank you. ബെയിലി പാലം നിർമ്മിക്കുന്നതുവരെ കാത്തിരിക്കില്ല എന്നുള്ളതാണ് NDRFിന്റെ സൗത്ത് കമാൻഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കയറ് കെട്ടി തന്നെ ഇപ്പോൾ ഒരു ടീമിനെ മറുകരയിലേക്ക് അയക്കും, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനയക്കും. സൈന്യം വന്നതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ്. ഈ മുണ്ടക്കൈയിൽ ഉൾപ്പെടെ അട്ടമലയിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ ഇനി തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഉടൻ തന്നെ ആരംഭിക്കും, ആ നടപടികളിലേക്ക് കടക്കുന്നു, സാഹചര്യം വിലയിരുത്തി എന്നുള്ളതാണ് NDRFിന്റെ സൗത്ത് കമാൻഡന്റ് അഖിലേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും NDRFിന്റെ മറ്റ് സംഘങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അറിയാം, ഇന്നലെ തന്നെ അവിടെ കയറ് കെട്ടി അതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. എന്ന് മാത്രമല്ല വലിയ അടിയൊഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുഗമമായി അങ്ങോട്ട് കടക്കാനാകും.
ഏതായാലും 9 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സൈന്യം ഇവിടേക്ക് എത്തുകയും ബെയിലി പാലം ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ NDRFന്റെ ഒരു സംഘം ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഒപ്പം ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി സന്നദ്ധരായി തയ്യാറായി മറ്റു ടീംസും റെഡിയായി നിൽക്കുന്നുണ്ട്. അവരും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ താമസമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമയം നിശ്ചയിച്ചുള്ള ഒരു ഓപ്പറേഷൻ അല്ല നടത്തുന്നത്. വെളിച്ചം വീഴുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിന് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. അത് അവർ കണ്ടിരുന്നത്. പോലീസും അതുപോലെ തന്നെ സൈന്യവും NDRF സംഘവും ഉൾപ്പെടെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ സൈനിക പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ജോയിന്റ് ഓപ്പറേഷനായി തന്നെയാണ് ഈ ദൗത്യം സംസ്ഥാനത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ഈ പ്രദേശത്ത് നടക്കുന്നത് സൈന്യത്തിന്റെയും NDRFന്റെയും ഒക്കെ ഒരു സംയുക്ത ഓപ്പറേഷൻ. അവരുടേതായ നമ്മൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായി വയനാടെന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാടും കേരളവും. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നേരം പുലരാൻ പോവുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നീങ്ങുകയാണ്. സൈന്യത്തിന്റെ കൂടുതൽ സംഘം അവിടേക്ക് എത്തുന്നു. NDRF, SDRF, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും തന്നെ ഫീൽഡിലുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ പുറത്തെത്തിക്കുക, പരിക്കേറ്റവരുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കുക, മണ്ണിനടിയിൽ പുതഞ്ഞു പോയവരുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് രക്ഷാദൗത്യത്തിൽ ഉൾപ്പെടുന്നവരെ കാത്തിരിക്കുന്നത്.